2017 ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു പ്രതി അറസ്റ്റ് ചെയ്യുന്നു. 18 വയസ്സായ ഒരു പയ്യൻ. അവനോട് ചോദിച്ചു, എടാ ചങ്ങാതി, എന്താ നിനക്കിത് തോന്നുക, ഇത് അഴിക്കുമ്പോൾ നിനക്ക് എന്താ തോന്നണേ? അപ്പോൾ അവൻ വളരെ സിമ്പിളായിട്ട് എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. സാറേ, സൈലൻ്റായി നിൽക്കുന്ന ആൾ വയലൻ്റ് ആവും, വയലൻ്റായി നിൽക്കുന്ന ആൾ സൈലൻ്റ് ആവും. ജലൂസിൽ ടാബ് പോലെ ഇരിക്കും. പക്ഷേ ഇത് നമ്മുടെ പാനീയത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ, നാരങ്ങാ വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ ഐസ്ക്രീമിൽ അലിയിച്ചു കഴിഞ്ഞാൽ ഈ പാനീയത്തിന് രുചി വ്യത്യാസം യാതൊന്നുമില്ല, നിറവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ആ ലൈം ജ്യൂസിൻ്റെ അതേ കളറ് തന്നെ ആയിരിക്കും, അതേ നിറമായിരിക്കും, യാതൊരുവിധ മണത്തിനും ഒരു അനുഭവം വ്യത്യാസം വരില്ല. നമുക്ക് എങ്ങനെ നമ്മൾ ലൈം ജ്യൂസ് കുടിക്കോ, നിറത്തിന് വ്യത്യാസമില്ല, രുചിക്ക് വ്യത്യാസമില്ല, അതിൻ്റെ സ്മെല്ലിന് വ്യത്യാസമില്ല. എങ്ങനെയുണ്ട് മക്കളെ? VBS ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? നല്ല VBS? ഹാപ്പിയാണോ? പറപ്പാ, ഹാപ്പിയാണോ? നല്ല VBS. ഇപ്പം ലഹരിയെപ്പറ്റി കേൾക്കേണ്ട കാര്യമുണ്ടോ? ലഹരിയെപ്പറ്റി മറ്റോ പറയേണ്ട കാര്യമുണ്ടോ? വേണോ മക്കളെ? ഞങ്ങളൊരു കഥ പറയട്ടെ. ഇഷ്ടമാണേ കഥ കേൾക്കാൻ? ഇഷ്ടമാണോ? ഒരിടത്ത് നിങ്ങളെപ്പോലെ തന്നെ നല്ല 2 മിടുക്കരായ പയ്യന്മാരുണ്ടായിരുന്നു. നല്ല മിടുക്കരായ 2 കുട്ടികളുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കണ ലിവോൻ്റെ പ്രായമുള്ള 2 നല്ല കുട്ടികളുണ്ടായിരുന്നു. അവർ പഠിക്കാൻ നല്ല മിടുക്കരാണ്, കളിക്കാൻ നന്നായിട്ട് അവർ കളിക്കും. നല്ല സ്മാർട്ട് കുട്ടികളാണ് നിങ്ങളെപ്പോലെ. അപ്പോൾ ഇവരുടെ ഒരു ദിവസം അവരിങ്ങനെ സ്കൂളിൽ നിന്ന് മടങ്ങി വരും. ഒരാളുടെ പേര് ടോം എന്നും മറ്റൊരാളുടെ പേര് ജിം എന്നുമാണ്. ഒരാളുടെ പേര് ടോം എന്നും മറ്റൊരാളുടെ പേര് ജിം എന്നുമാണ്. ഹലോ, ഒരാളുടെ പേര് ടോം, മറ്റൊരാളുടെ പേര് ജിം. ഇവരിങ്ങനെ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു പറമ്പയിൽ കുറച്ച് കുക്കുംബർ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല കുക്കുംബർ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ടോമിനും ജിമ്മിനും ഒരു ആഗ്രഹം, കുറച്ച് കുക്കുംബർ ഒന്ന് പറിച്ചാലോ എന്നുള്ള ചിന്ത ടോമിനും ജിമ്മിനും തോന്നി. അപ്പോൾ ടോമും ജിമ്മും അവരുടെ പറമ്പേ കയറി കുറച്ചധികം കുക്കുംബർ പറിച്ചു. അവരുടെ ബാഗേലും നിറച്ചു. ടോമിൻ്റെ ബാഗേലും നിറച്ചു, ജിമ്മിൻ്റെ ബാഗേലും നിറച്ചു. നിറയെ കുക്കുംബറുമായിട്ട് ടോമിൻ്റെ വീട്ടിൽ പോയി, ജിമ്മിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ ടോമിൻ്റെ അമ്മ ഈ കുക്കുംബർ ചെറിയ പീസാക്കി നുറുക്കി നിറയെ കുരുമുളകിട്ടു, ഉപ്പിട്ടു, കറിവേപ്പിട്ടു, നല്ല വെജിറ്റബിൾ സാലഡാക്കിയിട്ട് ഡൈനിങ് ടേബിളെ വെച്ച് കൊടുത്തു. ടോം ഒരു പീസ് എടുത്ത് കഴിച്ചു, അമ്മ ഒരു പീസ് കഴിച്ചു. 2 പേരുടെ സുഖമായിട്ട് കഴിച്ചിട്ട്, കൊള്ളാം മോനെ, നല്ല ഓർഗാനിക് പച്ചക്കറിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമായിട്ട് 2 പേരും കൂടെ പോയി കിടന്നുറങ്ങി. ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. ശ്രദ്ധിക്കാം മക്കളെ, ജിമ്മിൻ്റെ അമ്മയ്ക്ക് കാര്യം പിടികിട്ടി. അവരുടെ മോൻ 14-15 വയസ്സായ പയ്യനാണ്. അവൻ കട്ടിട്ട് വന്നൊക്കെയാണ്. അവരെ പറമ്പിൽ നിന്നല്ല ഈ കായ പറിച്ചത്, കാശ് കൊടുത്ത് വാങ്ങിയിട്ടുമല്ല ഈ കൊണ്ടുവന്നത്. അഡോളസൻ സ്റ്റേജിലെ കുട്ടിയാണ്. അവനെ തല്ലിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നൊരു പ്രായം, അങ്ങോട്ട് പോടാ മോനെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ ആ ഒരു പ്രായം. വളരെ ബുദ്ധിമതിയാണ് അമ്മ. ഈ അമ്മ എന്ത് ചെയ്യുന്നറിയോ? ഈ കായൊക്കെ നുറുക്കി പീസാക്കി ടോമിൻ്റെ അമ്മ ചെയ്ത പോലെ തന്നെ നന്നായി നുറുക്കി കുരുമുളകിട്ടു, ഉപ്പിട്ടു, മുളകിട്ടു. പിന്നെ ടോമിൻ്റെ അമ്മ കറിവേപ്പിട്ട സ്ഥാനത്ത് ഈ അമ്മ നല്ല ആര്യവേപ്പിൻ്റെ നീരൊന്ന് ഇടിച്ചു പിഴിഞ്ഞ്, ആര്യവേപ്പ് അറിയാവോ? ആര്യവേപ്പിൻ്റെ നീരൊക്കെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് ഈ സലാഡയിലിട്ടു. എന്നിട്ട് ഡൈനിങ് ടേബിളേക്ക് കൊണ്ടുവച്ചു. അമ്മ വളരെ സസൂക്ഷ്മം ഇങ്ങനെ മകനെ നിരീക്ഷിക്കുകയാണ്. എന്താണ് അടുത്ത് സംഭവിക്കുക എന്നുള്ള ആ ഒരു ഇതിൽ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ മകൻ വന്നിട്ട് ഒരു പീസ് എടുത്ത് നാവയിൽ വെച്ചു, വല്ലാണ്ട് കയ്പ്പ്, അത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. 2ാമത്തെ പീസ് എടുത്ത് നാവയിൽ വെച്ചു, വല്ലാണ്ട് കയ്പ്പ്, പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. 3ാമത്തെ പീസ് എടുത്തു, നാവയിൽ വെച്ചു. അവൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇത് വല്ലാണ്ട് കഴിക്കുന്നല്ലോ, എന്ത് പറ്റി? അപ്പോൾ അമ്മ പറഞ്ഞു, എടാ മോനെ, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയേ?
അമ്മ വരുന്ന വഴിക്ക് ഇന്ന പറമ്പിൽ നിന്ന് വാങ്ങിയ കായാണ് ആണോ? ഇന്ന പറമ്പിൽ നിന്ന് പറിച്ച കായാണ്? അത് നമ്മുടെ പറമ്പാണോ? മകൻ പറഞ്ഞു അല്ല അമ്മേ, നമ്മുടെ പറമ്പല്ല. നമ്മൾ കാശ് കൊടുത്തിട്ടാണോ അവിടെ നിന്ന് കായ വാങ്ങിയേ? അല്ല. അപ്പോൾ മോനെ, നമ്മുടെ പറമ്പിൽ നിന്ന് അല്ലാത്ത, കാശ് കൊടുത്ത് നമ്മൾ വാങ്ങാത്ത, നമ്മൾ കക്കുന്ന എന്ത് സാധനവും അത് കഴിക്കും. നീ കട്ടിട്ട് വന്ന കുക്കുമ്പറാണ്, അതുകൊണ്ടാണ് ഇത് കഴിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആണോ അമ്മേ? എന്നാൽ പിന്നെ നമുക്കിത് വേണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ കട്ട് ചെയ്ത കുക്കുമ്പറും കട്ട് ചെയ്യാതിരുന്ന കുക്കുമ്പറും എല്ലാം കൂടി എടുത്ത് പുറത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് സുഖമായിട്ട് അമ്മയും മോനും പോയി കിടന്നുറങ്ങി. മാത്രമല്ല അമ്മയുടെ തലയെ കൈവച്ചിട്ട് ഈ മകനിങ്ങനെ പ്രോമിസ് ചെയ്ത്, അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല, അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് തലയെ കൈവച്ച് പ്രോമിസ് ചെയ്തിട്ട് സുഖമായിട്ട് രണ്ടുപേരും കിടന്നുറങ്ങി. അടുത്ത ദിവസം ഇരുന്നു മോനെ വിളിക്കാം. അടുത്ത ദിവസം സ്കൂളിൽ പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ടോമും ജിമ്മും തമ്മിൽ കണ്ടു. അവർക്ക് കഴിഞ്ഞ ദിവസം അവരുടെ സൗഹൃദവും അന്നത്തെ കളിയുടെ സൗഹൃദവും ഒക്കെ പങ്കുവെച്ചിട്ട് ഈ പറമ്പിൻ്റെ പടിക്കലെത്തിയപ്പോൾ ടോം പറഞ്ഞു, എടാ ഞാനിന്ന് 2 ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചധികം ഒന്നെൻ്റെ പുസ്തക ബാഗ്, രണ്ടാമത് കുറച്ചധികം കുക്കുംബറൊന്ന് പറിക്കണം, ഞങ്ങളുടെ അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിമ്മ് തലേ ദിവസം നടന്ന കാര്യം പറഞ്ഞു. അമ്മ കട്ട് ചെയ്ത് കുക്കുംബറൊക്കെ വെച്ച കാര്യവും നല്ല വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കിയ കാര്യമൊക്കെ ഈ പയ്യനോട്, ടോമിനോട് അത് കഴിച്ച കാര്യവും എടുത്ത് കളഞ്ഞ കാര്യവും അമ്മയുടെ തലയെ കൈവച്ച് പ്രോമിസ് ചെയ്ത കാര്യമൊക്കെ ടോമിനോട് ജിമ്മ് പറഞ്ഞു. പക്ഷേ ടോം പറഞ്ഞു, എടാ നല്ല വെജിറ്റബിൾ സാലഡായിരുന്നു, ഞാൻ അതുകൊണ്ടാണെന്ന് 2 ബാഗ് കൊണ്ടുവന്നേ, ഞങ്ങളുടെ അയൽപക്കക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മ് ഞാനിനി വരില്ല, ഞാൻ ഒരിക്കലും വരില്ല, കക്കാൻ വരത്തില്ല, മറ്റൊരാളുടെ പറമ്പിൽ നിന്ന് ഒരു വസ്തുവും മോഷ്ടിക്കാൻ ഞാൻ വരത്തില്ല, മാത്രമല്ല എൻ്റെ തലയെ കൈവച്ച് അമ്മയുടെ തലയെ കൈവച്ച് പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ വന്നേ, ഇനി ഒരിക്കലും ഞാൻ കക്കാൻ പോകത്തില്ല എന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് ഞാൻ വന്നതെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണേലും ഈ പയ്യൻ പിടിച്ച് വലിച്ചു തുടങ്ങി. ടോം വലിച്ചു? ടോം ജിമ്മിനെ വലിച്ചു. വലിക്കടാ അങ്ങോട്ട്. ടോം ആരെ വലിച്ചു? ടോം ആരെ വലിച്ചു മോനെ? വലിക്കടാ. ടോം ആരെ വലിച്ചു? ടോം ജിമ്മിനെ വലിച്ചു. ടോം ജിമ്മിനെ ബലമായി പിടിച്ച് വലിച്ചു. മാക്സിമം എത്രത്തോളം ഫോഴ്സ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഫോഴ്സ് ചെയ്ത് വലിച്ചു. പക്ഷേ ആര് പോകാൻ തയ്യാറായില്ല? ജിമ്മ് പോകാൻ തയ്യാറായില്ല. മക്കളെ, അതാണ് വിദ്യാഭ്യാസം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ, നമ്മൾ പ്രായോഗിക ജീവിതം വരുമ്പോൾ, ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡിസിഷൻ എടുക്കണം. സേ നോ ഓർ സേ യെസ്. അത് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. നമ്മൾ ഈ VBSൽ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ VBSൽ കേൾക്കുന്നതായ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവൽ വരുമ്പോൾ യെസ് നോ പറയുവാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. ഇവിടെ ടോമിനെ ബലമായി പിടിച്ച് ജിമ്മ് വലിച്ചിട്ടും ആര് പോയില്ല മക്കളെ? ജിം പോയില്ല. തലേ ദിവസം അവൻ്റെ അമ്മയുടെ തലേ കൈവച്ച് പ്രോമിസ് ചെയ്ത ആ പ്രോമിസ് അവൻ കീപ്പ് ചെയ്യാൻ തയ്യാറായി. നോക്കുക, അന്ന് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അതായത് നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ചങ്ങാതിമാർ മുല്ലപ്പൂമ്പൊടിയാണെങ്കിൽ നമ്മളും നന്നായി ഇത് മണക്കും, നമുക്ക് നല്ല സുഗന്ധം വരും. പക്ഷെ അതൊരു നാറ്റം വമിക്കുന്ന വസ്തുവാണെങ്കിൽ നമ്മളും നാറും. അങ്ങനെ അവരുടെ സൗഹൃദം അന്ന് അവിടെ വഴിപിരിയാണ്. ടോമും ജിമ്മുമായിട്ടുള്ള സൗഹൃദം അവിടെ വഴിപിരിയാണ്. അന്ന് വഴിപിരിയാണ്. നോക്കുക, അന്ന് ടോം 2 ബാഗിൽ കായ പറിച്ചു. അടുത്ത ദിവസമായപ്പോൾ 3 ബാഗിൽ പറിച്ചു. അങ്ങനെ ഒത്തിരി ഈ പച്ചക്കറിയൊക്കെ പറിച്ച് ആ പറമ്പയിൽ കായ തീർന്നപ്പോൾ അടുത്ത പറമ്പിൽ കയറി മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ പല പറമ്പിൽ കയറി ടോം ഇങ്ങനെ കക്കാൻ തുടങ്ങി. അങ്ങനെ കട്ടുകട്ടൊരു പെരുങ്കള്ളനായി. പലനാൾ കള്ളനെ ഒരു നാൾ പിടികൂടും. അങ്ങനെ ഒരു ദിവസം ഈ ടോമിനെ പോലീസ് പിടികൂടി. ടോം പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്ത് റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് വിട്ടു. ജയിൽ കണ്ടിട്ടുണ്ടോ മക്കളെ? കണ്ടിട്ടുണ്ടോ?
ആ ജയിലെന്ന സിനിമയിലോ എവിടെയെങ്കിലും ഫിലിമിലോ ഡോക്യുമെൻ്ററിയിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ നോക്കുക, ഒരു റൂമായിരിക്കും, ഒരു ക്യാബിനായിരിക്കും. ഈ റൂമിൽ നല്ല ഡോറും ഉള്ള ഒരു റൂമാണ്. ഒരു ഗ്രില്ലൊക്കെ ഉണ്ടാവും. ഒരു പ്രതി ഇടുന്ന ജയിലുണ്ട്. സെല്ലെന്നാണ് പറയണത്. ഈ തടവുപുള്ളികളെ പാർപ്പിക്കുന്ന സ്ഥലത്ത് സെല്ലെന്നാണ് പറയണത്. അപ്പോൾ ഒരു തടവുപുള്ളിയെ പാർപ്പിക്കുന്ന സെല്ലുണ്ട്, 2 പേരെ പാർപ്പിക്കുന്ന സെല്ലുണ്ട്, 3 പേരെ പാർപ്പിക്കുന്ന സെല്ലുണ്ട്, പല ആൾക്കാരെ പാർപ്പിക്കുന്ന സെല്ലുണ്ട്. നമ്മുടെ ഈ ടോമിനെ പാർപ്പിച്ച സെല്ലിൽ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന് ഈ പയ്യനെ ടോമിനെ കൊണ്ടുവന്ന് ആ സെല്ലിലോട്ടിട്ടു. ടോമിനെ പാർപ്പിക്കുന്ന സെല്ലിൽ കുറച്ചധികം പേരുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഈ തടവുപുള്ളികളൊക്കെ ഇവരിങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങി. ഇതിനകത്തുള്ള ഈ പ്രിസണേഴ്സിനെ 1 by 1 ആയിട്ട് നമ്മുടെ ടോം പരിചയപ്പെടാൻ തുടങ്ങി. ആദ്യം ടോം പരിചയപ്പെട്ട ആളാണ്. ആദ്യം ടോം ജയിലിൽ പോയി പരിചയപ്പെട്ട ആളാണ്. മലയാളം തിരിയും മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ. മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ. മദ്യപിക്കാൻ പണം കൊടുക്കാത്തതിന് അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ. ടോം ജയിലിൽ പോയി പരിചയപ്പെട്ട ആദ്യത്തെ ആളാണ്. മദ്യപിക്കാൻ കാശ് കൊടുക്കാത്തതിന് അമ്മയെ തൊഴിച്ചു കൊന്ന മകൻ അറസ്റ്റിൽ. നോക്കുക മക്കളെ, ഇത് രാവിലെ വന്ന മാതൃഭൂമി പത്രത്തിലെ വാർത്തയാണ്. അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ എന്നുള്ളത്. അമ്മയെ ചവിട്ടിക്കൊന്ന മകൻ അറസ്റ്റിൽ. അന്ന് രാത്രി വന്ന ഏഷ്യാനെറ്റ് FIRലെ വാർത്ത, സ്വന്തം അമ്മയെ അതിക്രൂരമായി റേപ്പ് ചെയ്തു കൊന്ന മകൻ അറസ്റ്റിൽ. 22-കാരനായ മകൻ 40-കാരിയായ അമ്മയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. എങ്ങനെ? അപ്പോൾ ഈ ടോം ചോദിച്ചു, നമ്മുടെ കള്ളനായ ടോം ഈ ചെക്കനോട് ചോദിച്ചു, എടാ ചെക്ക, എന്നാലും നിനക്ക് എങ്ങനെയാടാ അമ്മയെ ഇങ്ങനെ ചെയ്യാൻ തോന്നി? നിനക്കെങ്ങനെ അമ്മയെ ചെയ്യാൻ തോന്നി? അമ്മയെ ഇങ്ങനെ ക്രൂരമായി കൊല്ലാൻ തോന്നി? അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു, എടാ ചങ്ങാതി, ഇങ്ങനെ പറ്റിപ്പോയി. ഈ പയ്യൻ പറയാണ്, പറ്റിപ്പോയി. എന്താ സംഭവിച്ചേ? നമ്മൾ ചോദിക്കണം, നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ മക്കളെ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? വീട്ടിലേറ്റവും ഇഷ്ടപ്പെട്ട ആരെയാ? മമ്മിയാണോ, ഡാഡിയാണോ, ചേട്ടനെയാണോ, ചേച്ചിയാണോ, ആരെയാണ്? പറയ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാ? അത് സുഖിപ്പിക്കാതെ പറ, ആരാന്ന് പറ. അപ്പയാണ്, അമ്മയാണ് ഇഷ്ടം? കൂടുതൽ ഇഷ്ടം ആരെയാണ്? പറ. പറയാം. എനിക്ക് അങ്കിളിനൊരു മോനും മോളും ഉണ്ട്. അങ്കിളിനൊരു മോനും ഉണ്ട്, മോളും ഉണ്ട്. എൻ്റെ മോളോട് ചോദിക്കുകയാണ്, മക്കളെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചാൽ എൻ്റെ മോളെന്ത് പറയും? അവളുടെ അമ്മയാന്ന് പറയും. ഇനി എനിക്കൊരു മോനുണ്ട്, അവനോട് ചോദിച്ചു, മക്കളെ നിനക്ക് ഏറ്റവും ഇഷ്ടം ആരെന്ന് ചോദിച്ചാൽ അവനും പറയും, ആരാന്ന് പറയും? അവൻ്റെ അമ്മയാന്ന് പറയും. എൻ്റെ മക്കളെ, അമ്മയോട് നമുക്കുണ്ടാകുന്ന ഒരു വൈകാരിക ബന്ധമുണ്ട്. നോക്കുക, ഈ മക്കൾക്ക് അച്ഛനെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവരുടെ പപ്പായെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അമ്മയുമായി നമുക്കുണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്. ആ ആത്മബന്ധം, വൈകാരിക ബന്ധം, അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാകുന്ന കാലം മുതൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ബന്ധം, ആ ആത്മബന്ധം. അപ്പോൾ നോക്കുക, ഈ അമ്മയെ ചുരുക്കി പറഞ്ഞാൽ ദൈവതുല്യം തന്നെയാണ് നമ്മുടെ അമ്മ. ദൈവത്തെ കാണുന്ന പോലെ നമ്മൾ അമ്മയെ കാണണം. ഇവിടെ നോക്കുക മക്കളെ, നോക്കുക, ഈ അമ്മയെ ദൈവമായി കാണേണ്ട ഈ അമ്മയെ എങ്ങനെയാടാ നിനക്ക് ഈ അമ്മയെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലാൻ തോന്നി? ഈ ചെക്കൻ, നമ്മുടെ കള്ളനായ ടോം, അവനോട് ചോദിക്കുകയാണ്, ദൈവമായി കാണേണ്ട അമ്മയെ നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി? അപ്പോൾ അവൻ അതിന് മറുപടി പറയാണ്, ഞാൻ ഈ അമ്മയെ കൊന്നിട്ട് വന്ന ചെക്കൻ മറുപടി പറയണം, ഞാൻ നല്ല പഠിക്കാനൊക്കെ നല്ല സ്മാർട്ട് പയ്യനായിരുന്നു, മിടുക്കനായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛൻ മദ്യപിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ എൻ്റെ റോൾ മോഡൽ തന്നെയാണ്. അച്ഛൻ നടക്കുന്ന പോലെ നമ്മൾ നടക്കും, അച്ഛൻ ഇരിക്കുന്ന പോലെ ഇരിക്കും, അച്ഛൻ ചിരിക്കുന്ന പോലെ ചിരിക്കും, അമ്മ ഇരിക്കുന്ന പോലെ ഇരിക്കും. അമ്മയും അച്ഛനും ഒക്കെ നമ്മുടെ റോൾ മോഡൽസ് തന്നെയാണ്. അപ്പോൾ ഈ പയ്യൻ പറയണം, ഇങ്ങോട്ട് നോക്കടാ. ഈ പയ്യൻ പറയണം, എൻ്റെ അച്ഛൻ എൻ്റെ റോൾ മോഡലായിരുന്നു. അച്ഛൻ മദ്യപിക്കുമായിരുന്നു. അച്ഛൻ മദ്യപിച്ചിട്ട് വെച്ച കുപ്പിയിൽ നിന്ന് കുറച്ച് ലിക്വിഡ് അച്ഛൻ കാണാണ്ട് ഞാനെടുത്ത് ഒരു ദിവസം കുടിച്ചു. വല്ലാണ്ട് തോന്നി, വല്ലാണ്ട് ഒരു കയ്പുള്ള പാനീയം, വല്ലാണ്ട് ബുദ്ധിമുട്ട്, വീർപ്പുമുട്ടലൊക്കെ തോന്നി. അപ്പോൾ ഒരു ദിവസമായി, പല ദിവസമായി. എന്താ ഇവിടെ സംഭവിക്കുക? നോക്കുക, പല ദിവസമായി തലയ്ക്കൊക്കെ വല്ലാണ്ട് ഒരു പെരുപ്പ് തോന്നി. അപ്പോൾ നോക്കുക, കുടിക്കുന്ന പാനീയം, ഈ മദ്യം കുടിക്കുമ്പോൾ ഈ ലിക്വിഡ്, ഇഥൈൽ ആൽക്കഹോൾ അടങ്ങിയ പാനീയത്തെയാണ് മദ്യമെന്ന് പറയുന്നത്. പലതരത്തിലുള്ള പാനീയമുണ്ട്. ആൽക്കഹോളിക് സ്ട്രെങ്തിൻ്റെ അളവിൽ പല പേരിൽ അറിയപ്പെടും. ഈ ലിക്വിഡ് കുടിച്ചപ്പോൾ വായി, തൊണ്ട, അന്നനാളം, ആമാശയം, ഈ ആമാശയത്തിലോട്ട് ലിക്വിഡ് എത്തുമ്പോൾ
കുറച്ച് 60-70% ആൽക്കഹോൾ നമ്മുടെ ബ്ലഡിലോട്ട് വരും. ബ്ലഡിലോട്ട് ആൽക്കഹോൾ എത്തിയാൽ സ്വാഭാവികമായും ആൽക്കഹോൾ ഹാർട്ടയിലെത്തും. ഹാർട്ടയിലെത്തുന്ന ആൽക്കഹോൾ നമ്മുടെ ബ്രെയിനിലെത്തും. തലച്ചോറിൽ ഈ ആൽക്കഹോൾ എത്തിയാൽ അവിടെ തലച്ചോറിൽ ഈ ആൽക്കഹോൾ എത്തുന്ന അവസ്ഥയാണ്, തലച്ചോറിൽ ഈ ആൽക്കഹോൾ എത്തുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ആൾക്കാർ പറയണ ഫിറ്റായി. കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ടോ? ഫിറ്റായി എന്ന് പറയും, പൂസായി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? പിന്നെന്ത് പറയും? അങ്ങനെയൊക്കെ പറയും. ഈ ആൽക്കഹോൾ തലയ്ക്ക് പിടിക്കുന്ന അവസ്ഥ. അപ്പോൾ നോക്കുക, ഈ ആൽക്കഹോൾ തലയ്ക്ക് പിടിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ സ്ഥലകാല ബോധം അവന് നഷ്ടപ്പെടുകയാണ്. അവൻ്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെടുകയാണ്. ആ പ്രവർത്തി ചെയ്ത് ഈ ആൽക്കഹോൾ അടിച്ച് തലയ്ക്ക് പിടിച്ചിട്ട് അവൻ ഈ കോപ്രായത്തരം കാണിച്ച്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയെ ഇമാതിരി ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവൻ പറയാണ് ഞാൻ ലഹരിയിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞാൽ വിടുവോ? എന്ന് പത്രം എന്താ പറഞ്ഞേക്കണം മക്കളെ? എല്ലാം ലഹരിയിൽ ചെയ്തു പോയതെന്ന് കൂട്ടുപ്രതികൾ. എല്ലാം ലഹരിയിൽ ചെയ്തു പോയതെന്ന് കൂട്ടുപ്രതികൾ. നോക്ക് പറയാണ്, ഞാനെല്ലാം ലഹരിയിൽ ചെയ്തു പോയതാണെന്ന് പറഞ്ഞാൽ വെറുതെ വിടുവോ മക്കളെ? ഇവിടുത്തെ നിയമവ്യവസ്ഥ വെറുതെ വിടുവോ? അങ്ങനെ വന്ന് അവിടെ കിടക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. ഒരു സെക്കൻഡേ, ശ്രദ്ധിക്കണേ. ലിവോൺ വേണ്ട, നീങ്ങുക. ജഗബേടൻ്റെ മങ്ങുക. അവൻ്റെ പേര് വിട്ടുപോയി. ശ്യാമുൽ അല്ലേ? ശ്യാമുൽ അല്ലേ? എവിടുന്നു? ശ്യാമുലുണ്ട്. ഒരു പെൺകുട്ടി ഇവിടെ വാ മക്കളെ. ഒരു 10th-ലോ 12th-ലോ 11th-ലോ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വാ. പെട്ടെന്ന് വാ മക്കളെ. ആരുമില്ല? വാ. ഞാൻ കഥ എവിടെ നിർത്തിയെന്ന് ഓർത്തോണേ. ഇവിടെ എന്താ മോളെ പേര്? വിസ്മയ. വിസ്മയുണ്ട്. എത്ര വയസ്സായ മക്കളെ? രണ്ടുപേരും 15 വയസ്സ് അല്ലേ? ആവറേജ് വയസ്സല്ല, ആവറേജ് ഏജ് 15 ആണ്. നല്ല സുന്ദരനാണ് സാമുവൽ. ശരിയല്ലേ? ആണോ അല്ലേ? അല്ലേ? നല്ല ഹാൻസം ബോയാണ് സാമുവൽ. നല്ല സ്മാർട്ട് ഗേളാണ് വിസ്മയ. ശരിയല്ലേ? ആണോ അല്ലേ? സുന്ദരിയാണ് വിസ്മയ. ആണോ അല്ലേ? യെസ് ഓർ നോ? യെസ്. നല്ല സുന്ദരിയായ വിസ്മയമുണ്ട്, സുന്ദരനായ സാമുവലുണ്ട്. ഇച്ചിരി വിഷമമുള്ള കാര്യമാണ് പറയുന്നത്. കരയത്തൊന്നുമില്ലല്ലോ വിസ്മയ, കരയത്തൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വാല്യൂ. ഞാൻ ട്രെയിനിങ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ മാഷ് ഞങ്ങളെ പഠിപ്പിച്ചൊരു ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോഴും ഇപ്പോൾ ലാസ്റ്റ് മന്ത് പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുത്തപ്പോഴും ഞാൻ ഈ ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിച്ചു. നമ്മളെ കുട്ടികളെ മനസ്സിലാക്കണം. കൊച്ചുകുട്ടിക്കൊന്നും അധികം ഗ്രാഹ്യത്തിലോട്ട് വരില്ല. 10 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടിക്ക് അത് മനസ്സിലാവും. അപ്പോൾ നോക്കുക, വിഷമം തോന്നും. ആദ്യം ഇച്ചിരി വിഷമമുള്ള കാര്യം പറയണേ. ശാമുവലുണ്ട്, വിസ്മയുണ്ട്. സുന്ദരിയായ വിസ്മയ, സുന്ദരനായ ശാമുവൽ. ഞാൻ രണ്ടുപേരെയും കൂടി വിൽക്കാൻ വേണ്ടി നമ്മുടെ പാളയം മാർക്കറ്റിൽ കൊണ്ട് വിൽപ്പന പ്രോഡക്റ്റായിട്ട് വെക്കുകയാണ്. വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ 1 പറയപ്പാ സാമുവൽ. വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ 2 പറപ്പാ വിസ്മയ. നമ്പർ 1 സാമുവൽ, നമ്പർ 2 വിസ്മയ, നമ്പർ 3 ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടി. നമ്പർ 1 സാമുവൽ, നമ്പർ 2 വിസ്മയ, നമ്പർ 3 ഒരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടി. നിങ്ങളാണ് വാങ്ങാൻ പറയുന്നത്. ആരെ വാങ്ങും? വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ 1 സാമുവൽ, നമ്പർ 2 വിസ്മയ, നമ്പർ 3 ജർമ്മൻ ഷെപ്പേർഡ് പട്ടിക്കുട്ടി. നിങ്ങളാണ് വാങ്ങാൻ പറഞ്ഞത്. ആരെ വാങ്ങും? ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങും. ആരെങ്കിലും സുന്ദരനായ ശാമുവലിനെയോ, ആരെങ്കിലും മക്കളെ വിഷമിക്കൊന്നും വേണ്ട, സുന്ദരനായ ശാമുവലിനെയോ സുന്ദരിയായ വിസ്മയോ വാങ്ങുമോ? ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങും. പക്ഷേ തീർന്നില്ല. 15 വയസ്സായപ്പോൾ ശാമുവലിനെയും വിസ്മയെ ഞാൻ കൊണ്ടുപോയി. പക്ഷെ ശാമുവലിനും വിസ്മയക്ക് 25 വയസ്സായി. സാമുവലിനും വിസ്മയക്ക് 25 വയസ്സായി.
അവരുടെ പേരിനൊക്കെ കുറെ മാറ്റം വന്നു. ഇടാ നോക്കുക, സാമുവൽ, ഡോക്ടർ സാമുവൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഡിസ്ട്രിക്ട് കളക്ടർ ട്രിവാൻഡ്രം. ഡോക്ടർ വിസ്മയ, ഇന്ത്യൻ പോലീസ് സർവീസ്, കമ്മീഷണർ ഓഫ് പോലീസ്, ട്രിവാൻഡ്രം സിറ്റി. നോക്കി, 10 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ വാല്യൂ ഇമാതിരി, അവർ പേരിന് കുറേ വലിപ്പം വന്നു. ഞാൻ നോക്ക, 15-ാം വയസ്സിൽ സാമുവലിനെ പാളയ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ വെച്ചപ്പോൾ സാമുവലിനെ ആരും വാങ്ങിയില്ല. 15 വയസ്സായപ്പോൾ വിസ്മയെ കൊണ്ട് അവിടെ വിൽക്കാൻ വെച്ചപ്പോൾ ആരും വാങ്ങിയില്ല. പകരം എൻ്റെ ജർമ്മൻ ഷെപ്പേർഡിനെയാണ് വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ 25 വയസ്സായപ്പോൾ, ശ്രദ്ധിക്കണം മക്കളെ, 25 വയസ്സായപ്പോൾ സാമുവലിൻ്റെ പേരിന് ഒരുപാട് മാറ്റം വന്നു. ഡോക്ടർ സാമുവൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഡിസ്ട്രിക്ട് കളക്ടർ ട്രിവാൻഡ്രം. ഡോക്ടർ വിസ്മയ, ഇന്ത്യൻ പോലീസ് സർവീസ്, കമ്മീഷണർ പോലീസ്, ട്രിവാൻഡ്രം സിറ്റി. നോക്ക്, ഈ ലെവലിലോട്ട് കുട്ടികൾ വരുന്നു. ഞാൻ ഇപ്പം 25 വയസ്സായ ഡോക്ടർ സാമുവൽ IASനെയും 25 വയസ്സായ ഡോക്ടർ വിസ്മയ IPSനെയും കൂടെ കൂട്ടി ഞാൻ വീണ്ടും വിൽക്കാൻ കൊണ്ട് പാളയം മാർക്കറ്റിൽ പോവാണ്. വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ 1 ഡോക്ടർ സാമുവൽ, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഡിസ്ട്രിക്ട് കളക്ടർ ട്രിവാൻഡ്രം. വിൽപ്പന പ്രോഡക്റ്റ് നമ്പർ 2 ഡോക്ടർ വിസ്മയ, ഇന്ത്യൻ പോലീസ് സർവീസ്, കമ്മീഷണർ പോലീസ്, ട്രിവാൻഡ്രം സിറ്റി. ഞാൻ പഴയ ജർമ്മൻ ഷെപ്പേർഡിനൊക്കെ കളഞ്ഞു, ഒരു ലാബ്രഡോർ നായയെ വാങ്ങി, ഒരു ലാബ്രഡോർ നായക്കുട്ടിയെ വാങ്ങി. നിങ്ങളാണ് വാങ്ങാൻ പറയുന്നത്. ആരെ വാങ്ങും മക്കളെ? അയ്യടാ, അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. നിങ്ങളാണ് വാങ്ങാൻ പറയുന്നത്. ആരെ വാങ്ങും? ഡോക്ടർ സാമുവൽ IASനെ വാങ്ങും, അല്ലെങ്കിൽ ഡോക്ടർ വിസ്മയ IPSനെ വാങ്ങും. ക്ലിയർ? IPSനെ വാങ്ങും, അല്ല IASനെ വാങ്ങും. ക്ലിയർ മക്കളെ? നമ്മുടെ വാല്യൂ ഈ സമയത്ത് നമുക്ക് 10-ാം വയസ്സിൽ, 12-ാം വയസ്സിൽ, 14-ാം വയസ്സിൽ, 15-ാം വയസ്സിൽ നമുക്കറിയില്ല നമ്മുടെ വാല്യൂ എന്താണെന്ന്. നമ്മുടെ വാല്യൂ എന്താണെന്ന് നിങ്ങളുടെ മോളെ കൊണ്ടുപോയാലും, എൻ്റെ മോനെ കൊണ്ടുപോയാലും, എൻ്റെ ലിവോനെ കൊണ്ടുപോയാലും നമ്മുടെ ഈ പ്രായത്ത് നമ്മുടെ വാല്യൂ ഇതാണ്. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ, പക്ഷേ 7 വർഷം കഴിയുമ്പോൾ, 8 വർഷം കഴിയുമ്പോൾ, 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പേരിന് മാറ്റം വരും. അപ്പോൾ ഈ കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം. 15 മുതൽ, അല്ലെങ്കിൽ 12 മുതൽ, അല്ലെങ്കിൽ 10 മുതൽ ഈ 25 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം, ഈ അഡോളസൻസ് പീരീഡിൽ നമ്മൾ ഒരുപാട് സ്ട്രെസ്സും നമ്മളെ ശരീര വളർച്ചയ്ക്ക് വരുമ്പോൾ ഈ പറഞ്ഞ അനുകരണ പ്രവണത നമുക്കുണ്ട്. അച്ഛനെ അമ്മ അനുകരിക്കാറുണ്ട്, മാഷുമാരെ നമ്മൾ അനുകരിക്കാറുണ്ട്, പിന്നെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലേക്ക് ഹീറോ പോലുള്ള വലിയ വലിയ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെ അനുകരിക്കാറുണ്ട്. അവർ കാണിക്കുന്ന ഈ കോപ്രായത്തരങ്ങളെ നമ്മൾ അനുകരിച്ചാൽ എൻ്റെ മക്കളെ നമ്മുടെ വാല്യൂ കൂടുകയോ കുറയോ? പറയേ. നമ്മുടെ ടോം കള്ളനായി അവൻ എവിടെ പോയി? ജയിലിൽ പോയി. ഇവിടെ ജയിലിൽ പോയി ടോം കണ്ട ആദ്യത്തെ പുള്ളി എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ആള് നോക്കുക, അമ്മയെ റേപ്പ് ചെയ്ത് കൊന്ന പയ്യനാണ്. അവൻ്റെ വാല്യൂ കൂടിയോ കുറഞ്ഞോ? പറയേ, കുറഞ്ഞോ? അപ്പം നമ്മൾ നമ്മുടെ വാല്യൂ കൂടണം. നാളെ നിങ്ങളുടെ തറവാടിൻ്റെ അഡ്രസ്സ്, നാളെ നിങ്ങളുടെ വീട്ടിൻ്റെ അഡ്രസ്സ്, നാളെ നിങ്ങളുടെ ചർച്ചിൻ്റെ അഡ്രസ്സ് നിങ്ങളിൽ നിക്ഷിപ്തമാവണം, നിങ്ങളായി മാറണം. ഞാനിപ്പോൾ സാമുവലോ വിസ്മയോ നിങ്ങളുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ആൾക്കാരാണ്. നമുക്ക് അവർ നിങ്ങളുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവാണ്. ആ പേരിൻ്റെ സ്ഥാനത്ത്, വിസ്മയുടെ സ്ഥാനത്ത് എൻ്റെ മക്കളെ നിങ്ങളുടെ പേര് എഴുതി വെക്കുക, നിങ്ങളുടെ പേര് എഴുതി വെക്കുക. 10 വർഷം, അല്ലെങ്കിൽ 12 വർഷം, 8 വർഷം കഴിയുമ്പോൾ എൻ്റെ വാല്യൂ മാറി ഞാൻ ഈ ലെവലിലാവണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ നോ പറയാൻ പഠിക്കണം, അതിനുള്ള ആർജവം കാണിക്കണം. ഒന്നത്. രണ്ടാമത് ഏറ്റവും പരിചയപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ, ശരി പോയിരുന്നു മക്കളെ, ഓക്കെ വരണം, അങ്ങനെ ഓക്കെ മക്കളെ, ഓക്കെ ബൈ. വൈകിട്ടെ രണ്ടാമത്തെ ആളെ വൈകി. രണ്ടാമത് ശ്രദ്ധിക്കുക മക്കളെ, രണ്ടാമത് നമ്മുടെ ടോം ജയിലിൽ പോയി പരിചയപ്പെട്ട ആള്. ശ്രദ്ധിക്കണേ, രണ്ടാമത് ടോം ജയിലിൽ കണ്ട തടവ് പുള്ളിയുടെ പേര് ആരാന്ന് നോക്കൂ. ഗുണ്ടകളെ കൂട്ടി ഭർത്താവിന്റെ മർദ്ദനം, ഭാര്യയ്ക്ക് ഗുരുതര പരിക്ക്. ഗുണ്ടകളെ കൂട്ടി ഭർത്താവിൻ്റെ മർദ്ദനം, ഭാര്യയ്ക്ക് ഗുരുതര പരിക്ക്. ഭാര്യയെ തല്ലിയിട്ട്, ഭാര്യയെ അടിച്ച്, ഗുണ്ടകളെ കൂട്ടി സ്വന്തം ഭാര്യയെ തല്ലാൻ ഗുണ്ടകളെ വെച്ച് ഭാര്യയെ തല്ലിയിട്ട് ജയിലിൽ വന്ന് കിടക്കുന്ന ആളാണ് രണ്ടാമത്തെ ആള്. അപ്പം നമ്മുടെ ടോം ചോദിച്ചു, എടാ എങ്ങനെയാടാ നിനക്കങ്ങനെ തോന്നി? നമ്മൾ പോലും നമ്മുടെ ഭാര്യയെ തല്ലാൻ പാടില്ല, പക്ഷേ ഗുണ്ടകളെ വെച്ച് ഭാര്യയെ തല്ലിയ ആൾ നിനക്ക് എങ്ങനെ അത് തോന്നി? അപ്പോൾ ഈ പയ്യൻ മറുപടി പറയാണ്, നേരത്തെ പറഞ്ഞു ഈ ആൽക്കഹോള്, ഞാൻ നേരത്തെ പയ്യൻ പറഞ്ഞു, അമ്മയെക്കൊന്ന ചെക്കൻ പറഞ്ഞു, ഇങ്ങനെ പല ദിവസം ഞാൻ ആൽക്കഹോൾ അടിച്ച് ഞാൻ ഇങ്ങനായി മാറി.
ഇവിടെ പറയാണ് ഇവൻ പറയാണ് ഞാൻ പഠിക്കാൻ നല്ല മിടുകനായിരുന്നു, 10ാം ക്ലാസ് നന്നായി പാസ്സായി, 12ാം ക്ലാസ് നന്നായി പാസ്സായി, നന്നായി പഠിച്ചിട്ട് ഞാൻ പാസ്സായപ്പോൾ അങ്ങ് എൻട്രൻസ് സെലക്ഷൻ കിട്ടി പൂനായിൽ പഠിക്കാൻ പോയി. പൂനായിൽ പഠിക്കാൻ പോയപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് ഹോം സിക്നെസ്, അച്ഛനും അമ്മയും പിരിയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവത്തിൽ ഞാൻ അങ്ങനെ ആകെ വിഷണനായിരിക്കുമ്പോൾ, ആകെ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ, ആകെ സ്ട്രെസ്സിലെങ്ങനെ ഇരിക്കുമ്പോൾ ചില ചങ്ങാതിമാർ, നമ്മളെ മയക്കുമരുന്നിനെ പറ്റി കേട്ടിട്ടുണ്ടോ മക്കളെ? നിങ്ങൾ എന്തെങ്കിലും പറ, കേട്ടിട്ടുണ്ടോ? ഏത് കേട്ടിട്ടുണ്ട്? ന്യൂസ് പേപ്പറിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മക്കളെ? ഏത് മയക്കുമരുന്നിനെ പറ്റി കേട്ടിട്ടുണ്ട്? MDMA, മെത്തലിൻ ഡയോക്സി മെത്താംബിറ്റമിൻ. മെത്തലിൻ ഡയോക്സി മെത്താംബിറ്റമിൻ ഒരു മയക്കുമരുന്നാണ്, മെത്താംബിറ്റമിൻ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മുടെ പയ്യൻ മെത്തൽ നമ്മൾ അറിഞ്ഞിരിക്കണം. മെത്തലിൻ ഡയോക്സി മെത്താംബിറ്റമിന് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ മക്കളെ, ക്ലാസ് ഉണ്ടോ? ഇല്ല, വേണ്ട, എടുക്കണ്ട. നമുക്ക് പുറത്ത് നല്ല ലൈം ജ്യൂസ് വെച്ചിട്ടുണ്ട് അല്ലേ? ആണോ അല്ലേ? ഈ ലൈം ജ്യൂസിനകത്ത് ഞാനൊരു MDMA, അതിൻ്റെ ഒരു നേരിയ ക്രിസ്റ്റൽ MDMAയുടെ ഒരു തരിയിട്ടാൽ ആ പാനീയത്തിനൊരു രുചി വ്യത്യാസം ഉണ്ടാവില്ല. MDMAക്ക് ഈ മെത്തലിൻ ഡയോക്സി മെത്താംബിറ്റമിന് നിറമില്ല. അത് കാണുമ്പോൾ പഞ്ചസാര തരി പോലിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ടാബ്ലറ്റ് രൂപേണ ഉള്ള ആ ടാബ്ലറ്റിന് ചെറിയ ഒരു റെഡ് കളറിൽ നമ്മുടെ ജലൂസിൽ ടാബ് പോലിരിക്കും. പക്ഷെ ഇത് നമ്മുടെ പാനീയത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ, നാരങ്ങാ വെള്ളത്തിൽ അലിയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐസ്ക്രീമിൽ അലിയിച്ചു കഴിഞ്ഞാൽ ഈ പാനീയത്തിന് രുചി വ്യത്യാസം യാതൊന്നുമില്ല, നിറവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ആ ലൈം ജ്യൂസിൻ്റെ അതേ കളറ് തന്നെ ആയിരിക്കും, അതേ നിറമായിരിക്കും. യാതൊരുവിധ മണത്തിനും ഒരു വ്യത്യാസം വരില്ല. നോക്കുക, എങ്ങനെ നമ്മൾ ലൈം ജ്യൂസ് കുടിക്കോ, നിറത്തിന് വ്യത്യാസമില്ല, രുചിക്ക് വ്യത്യാസമില്ല, അതിൻ്റെ സ്മെല്ലിന് വ്യത്യാസമില്ല. പക്ഷെ ഇവിടെ ഈ പയ്യനെ, അതായത് നോക്ക്, ഇപ്പം ഞാനിതാ കുടിക്കുന്ന ഈ പാനീയം, എൻ്റെ മക്കളെ, ഈ കാണുന്ന ജലത്തിൻ്റെ കളർ നോക്ക്. ഈ ജലത്തിൽ MDMA ഇട്ടാൽ ഇതിനൊരു നിറവ്യത്യാസം ഉണ്ടാകില്ല, ഇതിനൊരു രുചി വ്യത്യാസം ഉണ്ടാവില്ല, മണവ്യത്യാസം ഉണ്ടാവില്ല. നോക്കുക, ഡ്രഗിൻ്റെ ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. നോക്കുക, അപ്പോൾ ഈ പയ്യൻ പറയാണ് ഞാൻ പൂനായിൽ ഇങ്ങനെ വിഷണ്ണനായിട്ട് ബുദ്ധിമുട്ടായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ചങ്ങാതിമാർ അവിടെയുള്ള ചില ലോക്കൽ ടീം വന്നിട്ട് വാടാ നമുക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഐസ്ക്രീം കഴിച്ചപ്പോൾ ആ ഐസ്ക്രീമിനകത്ത് ഈ പറഞ്ഞ MDMA ഇട്ടിട്ട് കൊടുത്തു. MDMA ഇട്ട് നാം പറയുന്നില്ല, നോക്കുക, ഈ പറഞ്ഞ ഡ്രഗ് ഇട്ട് കൊടുത്തു. ഈ ഡ്രഗ് ഈ ഐസ്ക്രീമിനകത്ത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡ്രഗും, എല്ലാ ലിക്കറും, എല്ലാ പുകയിലെയും ഫസ്റ്റ് സ്റ്റേജിൽ ഇത് സ്റ്റിമുലൻ്റ് ആണ്. ഇതങ്ങോട്ട് കഴിച്ചപ്പോഴത്തേക്കും ഇവൻ്റെ കുറേ സ്ട്രെസ്സൊക്കെ മാറി. അതായത് കുറച്ച് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടുമ്പോൾ കുറച്ചൊരു ഊർജ്ജസ്വലത തോന്നും. അതായത് ഇപ്പോൾ നമ്മൾ ലിവോൺ 10ാം ക്ലാസ് പാസ്സായിട്ട് നിങ്ങളുടെ ചർച്ചിലോട്ട് വരുമ്പോൾ ലിവോണ് നിങ്ങളെ ക്ലാപ്പൊക്കെ കൊടുത്ത് നിങ്ങളുടെ ചർച്ചിൽ കൊള്ളാം, പിൽഗ്രിംസ് ഹൈലാൻഡ് ചർച്ചിൽ നല്ല മിടുക്കനായ പയ്യൻ, കൊള്ളാമല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീസ്റ്റ് വിളിച്ചിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ക്ലാപ്പൊക്കെ കൊടുത്ത് അഭിനന്ദിക്കുമ്പോൾ അവൻ്റെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്ലഷർ ഹോർമോണുണ്ട്, ഡോപ്പമിൻ എന്ന് പറയും. ഡോപ്പമിൻ്റെ റിലീസും വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ നോക്കുക, ഈ പറഞ്ഞ ഈ ക്രിസ്റ്റൽ ഇതിനകത്തിടുമ്പോൾ അവൻ്റെ ആ ഒരു കുറച്ച് സ്ട്രെസ് ഒന്ന് മാറും. ആർട്ടിഫിഷ്യലായിട്ട് ഈ MDMA അകത്ത് പോകുമ്പോൾ അവൻ്റെ ഈ ഡോപ്പമിൻ റിലീസ് കുറച്ചധികം ഉണ്ടാവും. അങ്ങനെ അന്ന് അവനത് ഉപയോഗിച്ചു. വളരെ ചെറിയ ഡ്രോപ്പാണ് ഇട്ടെ. അടുത്ത ദിവസവും വൈകുന്നേരം ആയപ്പോൾ ഒറ്റ ഉപയോഗത്തോടെ തന്നെ അഡിക്ഷനിലോട്ട് വരും. അടുത്ത ദിവസവും വൈകുന്നേരം ആയപ്പോൾ വീണ്ടും ഇത് ഉപയോഗിക്കണമെന്ന് തോന്നി. രണ്ടാമത്തെ ദിവസവും ഈ ചങ്ങാതി ഇത് ഉപയോഗിച്ചു. അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, വാടാ നമുക്ക് ഐസ്ക്രീം കുടിക്കാമെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. മൂന്നാമത്തെ ദിവസവും പോയി. നാലാമത്തെ ദിവസമായപ്പോൾ ഈ കുട്ടി അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, നമുക്കിന്ന് ഐസ്ക്രീം കിട്ടില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ കിട്ടും, പക്ഷെ ബുദ്ധിമുട്ടുണ്ട്, ഇച്ചിരി കാശ് കൊടുത്താലേ കിട്ടുള്ളൂ. അന്നേരം കീശയിലിരിക്കുന്ന കാശ്, ട്യൂഷൻ കാശ് അല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീ അടയ്ക്കാൻ പറ്റിയ കാശ് എടുത്ത് അങ്ങോട്ട് കൊടുക്കും. നാലാമത്തെ ദിവസം വീണ്ടും നമ്മൾ എങ്ങനെയും കാശ് കൊടുക്കും. അഞ്ചാമത്തെ ദിവസം വീണ്ടും ഞാൻ നിങ്ങളെ ന്യൂസ് പേപ്പറിൽ ഇവിടെയാണ്. മാല പിടിച്ചുപറി കേസിൽ 18കാരൻ അറസ്റ്റിൽ, മാല പിടിച്ചുപറി കേസിൽ 22കാരൻ അറസ്റ്റിൽ. ഈ അഡിക്ഷനിലോട്ട് വരുമ്പോൾ, കാശില്ലാണ്ട് വരുമ്പോൾ
എന്ത് കുൽസിത മാർഗത്തിലൂടെയും കാശുണ്ടാക്കി ഈ ഡ്രഗ് വാങ്ങാൻ ആൾക്കാർ തയ്യാറാവും. ഇങ്ങനെ വന്നപ്പോൾ ഈ പയ്യനോട് പറഞ്ഞ്, എടാ ചങ്ങാതി, നീ തിരുവനന്തപുരത്തോട്ട് പോവല്ലേ, പൂനായിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുമ്പോൾ ഈ പാക്കറ്റ് ഉണ്ടല്ലോ, ചെറിയ പാക്കറ്റാണ്, ഈ ചെറിയ പാക്കറ്റ് നീ ട്രിവാൻഡ്രത്തുനിന്ന് എത്തിച്ചാൽ നിനക്ക് അടുത്ത 1 മാസത്തേക്കുള്ള ഐസ്ക്രീം ഞങ്ങൾ ഫ്രീ ആയിട്ട് തരാം. അങ്ങനെ വരുന്ന വഴിക്ക് ചങ്ങാതിയെ പിടിച്ചാണ് ചങ്ങാതി അകത്ത് വന്ന് കിടക്കണേ. അപ്പോൾ നോക്കുക, ചങ്ങാതി അകത്ത് കിടക്കുകയാണ്. വരുന്ന വഴിക്ക് ചങ്ങാതിയെ പിടിച്ച് ചങ്ങാതി അകത്ത് കിടക്കുകയാണ്. അപ്പോൾ നോക്കുക, ഈ 10 ഗ്രാം MDMA, 10 ഗ്രാം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, 10 ഗ്രാം എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്രാസ്, സ്വർണ്ണം നമ്മുടെ ഒരു കമ്മലോ മാലയൊക്കെ 1 പവൻ തന്നെ 8 ഗ്രാമാണ്. 1 പവൻ സ്വർണ്ണം എന്നാൽ 8 ഗ്രാമാണ്. ഈ 10 ഗ്രാം MDMA ഞാൻ കൈവശം വെച്ചിരുന്നാൽ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. 10 ഗ്രാം MDMA ഞാൻ കൈവശം വെച്ചിരുന്നാൽ 20 വർഷം വരെ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഞാൻ മറ്റൊരാളുമായി ചേർന്നാണ് ഈ ബിസിനസ് നടത്തി എൻ്റെ കോൺസ്പിറസി കൂടി, ക്രിമിനൽ കോൺസ്പിറസി കൂടി പ്രൂവ് ചെയ്താൽ എനിക്ക് 20 വർഷം എന്നുള്ളത് 40 വർഷമായി എൻ്റെ ശിക്ഷ മാറും. അപ്പോൾ നോക്കുക, അങ്ങനെ 40 വർഷം അല്ലെങ്കിൽ 20 വർഷം 15-ാം വയസ്സിൽ 20-ാം വയസ്സിൽ ഞാൻ ജയിലിൽ പോയാൽ 40-ാം വയസ്സിൽ പുറത്തിറങ്ങും. എൻ്റെ മക്കളെ, എൻ്റെ വാല്യൂ കൂടുകയോ കുറയോ? പറയും, എൻ്റെ വാല്യൂ കൂടുകയോ കുറയോ? എൻ്റെ വാല്യൂ കുറയും. അപ്പോൾ നോക്കുക, ഈ ചങ്ങാതി അവിടെ നിന്ന് വന്ന് പിടിച്ചു അകത്തായി. അപ്പോൾ നോക്കുക, ഞാൻ നാർക്കോട്ടിക് ഡ്രഗ്സ് എന്നാൽ ഗഞ്ച, കൊക്കൈൻ, ഓപ്പിയം. ഗഞ്ച, കൊക്കൈൻ, ഓപ്പിയം. ഗഞ്ചായുടെ നീരിന് ഹാഷിഷ് ഓയിൽ എന്ന് പറയും. ഗഞ്ചായുടെ ഡ്രൈ ഫോമിന്, അതിൻ്റെ തന്നെ ഡ്രൈ ഫോമിന് ചരസ് എന്ന് പറയും. ദെൻ രണ്ടാമത് ഓപ്പിയത്തിൻ്റെ നീരിനെ നമ്മൾ ഹെറോയിൻ എന്ന്, ഓപ്പിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മയക്കുമരുന്നുണ്ട്, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, വൈറ്റ് ഷുഗർ എന്ന് പറയും. അപ്പോൾ നോക്കുക, ദെൻ കൊക്കൈൻ നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിൽ ക്ലൈമറ്റിലോ വളരുന്നതല്ല, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളിൽ വളരുന്ന മയക്കുമരുന്നാണ് കൊക്കൈൻ. ദെൻ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, ക്ലിനിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മെഡിസിൻ. അതായത് ഊളംപാറ ഭ്രാന്താശുപത്രിയിൽ, കുതിരവട്ടം ഭ്രാന്താശുപത്രിയിൽ വയലൻ്റായി നിൽക്കുന്ന ഒരു ഭ്രാന്തനെ തളയ്ക്കാൻ വേണ്ടി അവിടുത്തെ ഡോക്ടറോ നഴ്സോ വന്ന് നൈട്രോസെറ്റമോ അങ്ങോട്ട് അടിക്കുമ്പോൾ അവൻ്റെ സർവ്വ നാഡിയും ഞരമ്പും തളർന്ന് അവൻ അവിടെ കിടക്കും. ഇതൊന്നും ഇല്ലാത്ത നമ്മളിത് ഉപയോഗിച്ചാൽ എൻ്റെ മക്കളെ നമ്മൾ ഭ്രാന്താവും. ഞാൻ വട്ടിയൂർക്കാവ് പോളിടെക്നിക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 2017 ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഞാനൊരു പ്രതി അറസ്റ്റ് ചെയ്യുന്നു. 18 വയസ്സായ ഒരു പയ്യൻ. അവനോട് ചോദിച്ചു, എടാ ചങ്ങാതി, എന്താ നിനക്കിത് തോന്നുക, ഇത് അഴിക്കുമ്പോൾ നിനക്ക് എന്താ തോന്നണേ? അപ്പോൾ അവൻ വളരെ സിമ്പിളായിട്ട് എനിക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നു. സാറേ, സൈലൻ്റായി നിൽക്കുന്ന ആൾ വയലൻ്റ് ആവും, വയലൻ്റായി നിൽക്കുന്ന ആൾ സൈലൻ്റ് ആവും, സൈലൻ്റായി നിൽക്കുന്ന ആൾ വയലൻ്റ് ആവും. ശരിയാണ്, വയലൻ്റായി നിൽക്കുന്ന ആൾ സൈലൻ്റ് ആവും. വെട്ടുകത്തി വെച്ച് വെട്ടാൻ നിൽക്കണ ഈ ഭ്രാന്തനെ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ സർവ്വനാഡീ ഞരമ്പും തളർന്ന് അവൻ അവിടെ കിടക്കും, അവൻ അവിടെ കിടന്നു പോവും. അപ്പോൾ നോക്കുക, ഇങ്ങനെ ഇത് അസുഖമൊന്നും ഇല്ലാത്തൊരാൾ, സാധാ ഒരു വ്യക്തി ഇതങ്ങോട്ട് ഉപയോഗിച്ചാൽ എൻ്റെ മക്കളെ, നമ്മുടെ കാര്യം പറയണോ, സർവ്വനാഡീ ഞരമ്പും തളർന്ന് വല്ല ഏതെങ്കിലും കോണിലായിരിക്കും, ഒരു പൊതുസ്ഥലത്തൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു കോണിൽ വെച്ചായിരിക്കും നമുക്കിത് തരണേ. അവിടെ അബോധാവസ്ഥയിൽ നമ്മൾ കിടന്നാൽ നമ്മളെ സർവ്വവും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കും. ആണാണിനാൽ പീഡിപ്പിക്കപ്പെടും, പെണ്ണിനാൽ പെണ്ണാണിനാൽ. ഇനി ലാസ്റ്റ് വീക്ക് ഒരു റിപ്പോർട്ടറിൽ ഒരു വാർത്ത മലപ്പുറം ജില്ലയെ പറ്റി വന്നു. മലപ്പുറത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തതായിട്ട് ആംബ്യൂൾ അടിക്കും, ഈ മയക്കുമരുന്ന് തന്നെ ആംബ്യൂൾ രൂപേണ അടിക്കും. ഇങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നമ്മളൊരു ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് ഉപയോഗിക്കുന്ന നീഡിലല്ല ലിവോൻ ഉപയോഗിക്കുന്ന നീഡിലല്ല സാമുവലിന് ഉപയോഗിക്കുന്ന നീഡിലല്ല വിസ്മയക്ക് ഉപയോഗിക്കണേ. നോക്കി, ഇവിടെ ഈ ഡ്രഗ് അഡിക്റ്റ് എല്ലാം 1, 2, 3 1 by 1 ആയിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇവന്മാർക്ക് പല അസുഖങ്ങളും ഉണ്ടാവും, എയ്ഡ്സ് ഉണ്ടാവും, മറ്റു പല അസുഖങ്ങളും ഉണ്ടാവും. ആ നീഡിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കും ആ അസുഖം പകരും. പിന്നെ ഞാൻ നെയ്യാറ്റിൻകര സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ 2019 ഞാനൊരു പ്രതിയെ പിടിക്കുന്നു. 4 പ്രതി, നല്ല ട്രിവാൻഡ്രത്ത് നല്ല സ്കൂളിൽ പഠിച്ച 4 പിള്ളേരെ പിടിക്കുന്നു. നമ്മളെ വീട്ടിലെ പോലെ നല്ല എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉള്ള 4 പ്രതിയെ എൻ്റെ ഇൻസ്പെക്ടർ പിടിക്കുന്നു. ഈ പിടിക്കുമ്പോൾ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ എനിക്കാണ്. ഞാനവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറയാണ്, ചെന്നൈയിൽ DJ പാർട്ടി കഴിഞ്ഞ് അവൻ വരികയാണ്. ഡിഗ് ജോക്കി പാർട്ടി. നമുക്കും ഈ കളർഫുൾ ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് നല്ല പാടാനും ചാടാനും ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ ഡിഗ് ജോക്കി പാർട്ടി എല്ലാം പ്രശ്നമൊന്നുമല്ല. പക്ഷേ എന്നാൽ DJ പാർട്ടി പലതും, ഈ പയ്യൻ പോയ പാർട്ടിയിൽ അവരുടെ വെൽക്കം ഡ്രിങ്കിനകത്ത് ഡ്രഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതങ്ങോട്ട് അടിക്കും, അകത്തോട്ട് കയറും. അവിടെ എൻട്രി ഫീ എന്നാൽ
2000 രൂപയാണ് ഒരു ആളിന് എൻട്രി ഫീ. ഒരാളിന് ആ ഹാളിൽ പ്രവേശിക്കണമെങ്കിൽ എൻട്രി ഫീ 2000 രൂപ. പക്ഷെ ഞാനൊരു ഫീമെയിൽ പാർട്ട്ണറേയും കൂടെ കൊണ്ടുപോയാൽ, ഒരു പെൺകുട്ടിയും കൂടെ കൊണ്ടുപോയാൽ എൻ്റെ എൻട്രി ഫീ 1000 കുറയും. എത്ര ഡിസ്കൗണ്ട്! അപ്പോൾ നോക്കുക, അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഹിഡൻ അജണ്ട, ഹിഡൻ ടാർഗറ്റ് അവൻ്റെ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നോക്കുക, നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മുടെ വാല്യൂ വർദ്ധിച്ചാൽ നിങ്ങളുടെ സഭയ്ക്ക്, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ നാട്ടിന്, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ നിങ്ങൾ അഭിമാനമായി മാറും. നോക്കുക, ഇവിടെ അമ്മയെ റേപ്പ് ചെയ്ത് കൊന്ന ആൾ, ഭാര്യയെ ഗുണ്ടകളെ വെച്ച് തല്ലിയ ആൾ, മയക്കുമരുന്ന് കൊണ്ടുവന്നപ്പോൾ പിടികൂടിയ ആൾ, അപ്പോൾ ഇങ്ങനെയുള്ള പല നൊട്ടോറിയസ് ക്രിമിനൽസായി നമ്മൾ മാറിയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ വാല്യൂ താഴും, നമ്മുടെ സൊസൈറ്റിയിൽ ആരും അടുപ്പിക്കാത്ത ലെവലിൽ വരും. ഇനി ബൈബിൾ എന്താ പറയണേ? വേദപുസ്തകം എന്താ പറയണേ? ജനസിസ് ഫസ്റ്റ് ചാപ്റ്റർ 27. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും, ദൈവത്തിൻ്റെ മന്ദിരം വസിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആ ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുന്നുവെന്ന് അറിവിൻ. സെയിൻറ്റ് പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ 1 കൊരിന്ത്യൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മൾ. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കുന്നുവെന്ന് അറിവിൻ. ജനസിസിൽ വരുമ്പോൾ ദൈവത്തെ പോലെ, ദൈവം തൻ്റെ സാദൃശ്യത്തിൽ, തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നോക്കുക, കഥ തീർന്നില്ല, അവിടെ നിൽക്കട്ടെ. കഥ മൂന്നാമത്തെ ഒരു ലഹരിയെപ്പറ്റി ഞാൻ അധികം സമയമില്ല എനിക്ക്, നോക്കുക പറയുന്നില്ല. മൂന്നാമത്തെ ലഹരി പുകയിലയെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ നേരെ നമ്മൾ ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെൻറ്റർ വരെ പോയാൽ മതി. RCC വരെ നമ്മളൊന്ന് പോയാൽ മതി. RCC പോയിട്ട് അവിടുത്തെ PROയോട് ചോദിക്കണം, സാറേ ഈ പുകയില ചവയ്ക്കുന്നത് കൊണ്ട്, ഈ പുകയില ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ അവരോട് ചോദിച്ചാൽ PRO പറയും, എൻ്റെ മോളെ വായ്ക്കകത്ത് ക്യാൻസറുള്ള, ചുണ്ടിൽ ക്യാൻസറുള്ള, കവിളിൽ ക്യാൻസറുള്ള, നാക്കിൽ ക്യാൻസറുള്ള 100 പേഷ്യൻറ്റിനെ എടുത്താൽ 90 പേരും പുകയില ചവച്ചാണ് ക്യാൻസർ വന്നത്. ഈ പുകയില, വെറ്റില മുറുക്ക്, ശംഭു, പാൻപരാഗ്, പാൻ മസാല, ചൈനി, തുളസി, പാസ്പാസ് തുടങ്ങിയ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ചില വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ വരാറുണ്ട്. മൂക്കുപൊടിയായിട്ട് മൂക്കയിൽ കാർന്നോന്മാർ വലിച്ചു കയറ്റുന്ന ഒരു പൊടിയുണ്ട്. ഇതാണ്, അല്ലെങ്കിൽ ബീഡി സിഗരറ്റിനകത്ത് വെക്കുന്ന സുക്ക എന്ന് പറയുന്ന ഈ സാധനം. ഇതിനെ പറ്റി മനസ്സിലാക്കാൻ, ഇതിനകത്ത് കാർബൺ മോണോക്സൈഡ്, ടാർ, നിക്കോട്ടിൻ തുടങ്ങി 7000-ഓളം വിഷവസ്തുക്കൾ ഈ പുകയിലേക്കകത്തുണ്ട്. എൻ്റെ മക്കളെ, ഒരിക്കലും ആരോഗ്യം തന്നെയാണ് ധനം. കഥ തീർന്നില്ല. ടോം ജയിലിൽ പോയി കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ജിമ്മ് പഠിച്ചു, 10ാം ക്ലാസ് പഠിച്ചു. ഞാൻ കഥ തീരുകയാണ്. ജിമ്മ് 10ാം ക്ലാസ് നന്നായി പാസ്സായി, 12ാം ക്ലാസ് നന്നായി പാസ്സായി. നോക്കുക, അവൻ പഠിച്ചിട്ട് അവൻ്റെ മെഡിക്കൽ, നമ്മുടെ സാമുവലിനെ പോലെ അല്ലെങ്കിൽ വിസ്മയെ പോലെ നന്നായി പഠിച്ച് നല്ല മിടുക്കനായി നമ്മുടെ ട്രിവാൻഡ്രം ജില്ലാ കളക്ടറായിട്ട് നമ്മുടെ സാമുവൽ വരികയാണ്. ജിമ്മ് വരികയാണ്. ഇവിടെ ജില്ലാ കളക്ടറായിട്ട് വരുമ്പോൾ ഇവിടുത്തെ പൗരാവലിയെല്ലാം കൂടി നമ്മുടെ ഗാന്ധി പാർക്കിൽ വെച്ച് ഇദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കുകയാണ്. ആർക്ക്? ജിമ്മിനൊരു സ്വീകരണം കൊടുക്കുകയാണ്. അപ്പോൾ ജിമ്മിൻ്റെ വലതുഭാഗത്തിരുന്ന ആളാരാണെന്ന് നോക്കാം. ശ്രദ്ധിക്കണം മക്കളെ, ജിമ്മിൻ്റെ വലതുഭാഗത്തിരുന്ന സ്വീകരണം കൊടുക്കുന്ന ആ സ്വീകരണ വേദിയിൽ ജിമ്മിൻ്റെ റൈറ്റ് സൈഡിലിരുന്ന ആളാരാണ്? തലക്കെട്ടൊന്ന് വായിക്കും മക്കളെ. IPS നേടിയത് പട്ടിണി സമരത്തിലൂടെ അജിത ബീഗം. നോക്ക്, IPS നേടിയത് പട്ടിണി സമരത്തിലൂടെ അജിത ബീഗം. ഇന്ന് കേരള പോലീസിലെ യുവ ദമ്പതികളാണ് അജിത ബീഗവും അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും. നോക്കുക, DIG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. 15ാം വയസ്സിൽ, 12ാം വയസ്സിൽ, 10ാം വയസ്സിൽ നിങ്ങളെക്കാൾ വാല്യൂ കുറവാണ് മാഡത്തിന്. പട്ടിണി കിടന്ന്, ദാരിദ്ര്യം കടന്ന് വളർന്ന കുട്ടിയാണ് അജിത ബീഗം IPS. നോക്കുക മക്കളെ, ദാരിദ്ര്യ കുടിൽ വളർന്നു. ഇന്ന് അവരുടെ വാല്യൂ അവിടെ നിൽക്കുന്നു. ട്രിവാൻഡ്രത്തെ മിടുക്കരായ പോലീസ് ദമ്പതികളാണ് അവരെ. 15ാം വയസ്സിൽ, 10ാം വയസ്സിൽ നിങ്ങളോളം വാല്യൂ അജിത ബീഗം മാഡത്തിന് ഇല്ല. ഇന്ന് 30-32 വയസ്സേ ഉള്ളൂ. നോക്കുക, ഇന്ന് മാഡം ആരാണ്? ഇന്ന് കേരളത്തിലെ DIG റാങ്കിലുള്ള ദമ്പതികളാണ്. രണ്ടാമത്തെ ആളാരാന്ന് നോക്കാം. രണ്ടാമത്തെ ആള് ജിമ്മിന്റെ ഇടത് ഭാഗത്തിരിക്കുന്ന ആള്. വലത് ഭാഗത്ത് അജിത ബീഗം മാഡവും, ഇടത് ഭാഗത്ത് ആരെന്ന് നോക്കാം. കോളേജിൽ പോകാത്ത ജില്ലാ കളക്ടർ. എൻ്റെ മക്കളെ, കോളേജിൽ പോകാത്ത ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ IAS. നോക്കുക, കോളേജ് ഇപ്പോൾ അക്ഷരാഭ്യാസം ഇല്ലാത്ത ജില്ലാ കളക്ടർ എന്നല്ല, എഴുത്തും വായന അറിഞ്ഞുകൂടാത്ത ജില്ലാ കളക്ടർ എന്നല്ല എഴുതേക്കണേ. അതായത്
കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് നോട്ട്സ് വീട്ടെ വരുത്തി പഠിച്ച് അദ്ദേഹത്തിൻ്റെ കോളേജിൽ അയക്കേണ്ട സാഹചര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ല. നോക്കുക, അദ്ദേഹത്തെ സ്കൂളിൽ വിടേണ്ട സാഹചര്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ല. നോട്ട്സ് വീട്ടെ വരുത്തി, അല്ലെങ്കിൽ അദ്ദേഹം ബീഹാറിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്ത് നല്ല സ്കൂളോ കോളേജോ ഇല്ല. നോക്കുക, കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് നോട്ട്സ് വീട്ടെ വരുത്തി പഠിച്ച് BA പാസ്സായി ഇന്ന് കേരളത്തിലെ മികച്ച ഒരു IAS കാരനാണ് കേശവേന്ദ്രകുമാർ IAS. മെടുക്കൻ IAS കാരൻ. ഇത്ര ഉയരേ ഉള്ളൂ, നല്ല ടാലൻറ്റഡ് ആയ ഒരു IAS ഉദ്യോഗസ്ഥൻ. നോക്കുക, കേശവേന്ദ്രകുമാർ സാറിന് 10ാം വയസ്സിൽ നിങ്ങളുടെ വാല്യൂ ഇല്ല, 12ാം വയസ്സിൽ 15ാം വയസ്സിൽ നിങ്ങളുടെ വാല്യൂ ഇല്ല. സാറ് കഷ്ടപ്പെട്ട് പഠിച്ച് സാറിൻ്റെ വാല്യൂ സാറ് വർദ്ധിപ്പിച്ചു. അപ്പോൾ നോക്കുക, മൂന്നാമത്തെ ആളാരാ നോക്കാവോ? മൂന്നാമത്തെ ആൾ സമയമില്ല, ഞാൻ തന്നെ വായിക്കാം. മുഹമ്മദ് അലി ശിഹാബ്. അച്ഛനില്ല, അമ്മയില്ല, ഓർഫനേജിൽ വളർന്ന പയ്യൻ. നോക്കുക, ഓർഫനേജിൽ വളർന്ന പയ്യൻ, അനാഥാലയത്തിൽ വളർന്ന പയ്യൻ. ഈ പയ്യൻ ഇന്ന് പഠിച്ച് IAS കാരനായി ഇന്ന് ശോഭിക്കുകയാണ്. എൻ്റെ മക്കളെ, അച്ഛനില്ല, അമ്മയില്ല, അനാഥാലയത്തിൽ വളർന്ന മുഹമ്മദ് അലി ശിഹാബിൻ്റെ വാല്യൂ 10ാം വയസ്സിൽ, 8ാം വയസ്സിൽ, 12ാം വയസ്സിൽ എൻ്റെ മക്കളെ നിങ്ങളോളമില്ല. നാലാമത്തെ ആളാരാ നോക്കൂ, ശ്രീധന്യ സുരേഷ്. വയനാടുള്ള, ഇന്നിപ്പം ഞാൻ മലപ്പുറത്ത് ജോലി ചെയ്യുമ്പോൾ പെരിന്തൽമണ്ണ സബ് കളക്ടറായിരുന്നു. ഒരു ആദിവാസി ഊരിൽ എന്ന് പറയാൻ പാടില്ല, ആദിവാസി ഉന്നതിയിൽ വളർന്ന ഒരു കുട്ടിയാണ്. നമുക്ക് അവരുടെ വീട്ടിൽ കിടന്നാൽ ആകാശം കാണാം. അത്ര സാധു കുടിലിൽ ജനിച്ച ഈ കുട്ടി ഇന്ന് മിടുക്കി, വളരെ ടാലൻറ്റഡ് പെൺകുട്ടിയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നോക്കുക, ഈ മിടുക്കി കുട്ടി നോക്കുക, 4ാമതിരിക്കുകയാണ്. ജിമ്മിൻ്റെ ഇപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി സാധാരണ ലെവലിൽ വളർന്ന കുട്ടി, തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത പാരൻസിനാൽ വളർത്തപ്പെട്ട കുട്ടി, നന്നായി പഠിച്ച് നല്ല ലക്ഷ്യബോധത്തോടെ പഠിച്ച് മിടുക്കിയായി മാറി. എൻ്റെ മക്കളെ, വ്യത്യസ്തമായ ഒരു കഥയിലൂടെ 2 ആളെ ഞാൻ അവതരിപ്പിച്ചു. ഒന്ന് ടോം, 2 ജിം. ടോമിൻ്റെ കൂട്ടുകാരൻ, അമ്മയെ കൊന്നാൾ, അച്ഛനെ കൊന്നാൾ, സമൂഹത്തെ നശിപ്പിച്ച ഒരു നൊട്ടോറിയസ് ക്യാരക്ടറായി ടോം മാറി. നോക്കുക, ജിമ്മിൻ്റെ സഹപ്രവർത്തകരെന്നാൽ, ജിമ്മിൻ്റെ കൂട്ടുകാരെന്നാൽ നോക്കുക, അജിത ബീഗം IPS. പട്ടിണിയെ അതിജീവിച്ച്, വിശപ്പിനെ അതിജീവിച്ച് IPS നേടിയ ദമ്പതികളാണ് അജിത ബീഗവും ഫാമിലിയും. രണ്ടാമത്തെ ആൾ കേശവേന്ദ്രകുമാർ IAS. കോളേജിൽ പോകാൻ നിവൃത്തിയില്ല, ഞാനൊന്നും പറഞ്ഞില്ല, എല്ലാം പത്രത്തിൽ പറഞ്ഞാണ്. കോളേജിൽ പോകാൻ നിവൃത്തിയില്ല, പഠിക്കാൻ നിവൃത്തിയില്ല, കറസ്പോണ്ടൻസ് കോഴ്സായിട്ട് പഠിച്ച് അദ്ദേഹത്തിൻ്റെ വാല്യൂ വർദ്ധിപ്പിച്ച കേശവേന്ദ്രകുമാർ IAS. മൂന്നാമത്തെ ആൾ മുഹമ്മദ് അലി ശിഹാബ് IAS. ഓർഫനേജിൽ വളർന്ന, തികച്ചും ഒരു ഓർഫനായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് IAS കാരനായി മാറി. നാലാമത്തെ ആദിവാസി ഉന്നതിയിൽ വളർന്ന ഒരു മിടുക്കി പെൺകുട്ടി, അവളുടെ വാല്യൂ വർദ്ധിപ്പിച്ചു. നോക്കുക, ഇന്ന് സബ് കളക്ടറായി മാറി. അപ്പോൾ നോക്കുക, ഇനി നമ്മൾ പേരൻസ് ആകുന്ന നമ്മളുടെ ഡ്യൂട്ടി, പേരൻസ് ആകുന്ന നമ്മളുടെ കർത്തവ്യം. മോനെ നോക്കുക, ആ അമ്മ കാണിച്ചു കൊടുത്തൊരു വഴികാട്ടൽ, അവനെ കാണിച്ചു കൊടുത്തൊരു വഴികാട്ടൽ എന്താണ്? നോക്കുക, അവനെ സലാഡിൽ വേപ്പൊക്കെ ഒഴിച്ച് അതിനെ കയ്പാക്കിയിട്ട് അവനെ കൊടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ മോഷ്ടിക്കുന്ന വസ്തു കയ്ക്കും. എൻ്റെ മോനെ, അവനെ തല്ലാനോ അടിക്കാനോ ശാസിക്കാനോ ഒന്നും പോയില്ല. എൻ്റെ മോനെ മോഷ്ടിക്കുന്ന വസ്തു കയ്ക്കും. ആ തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ട് അമ്മയുടെ തലേ കൈ വെച്ച് പ്രോമിസ് ചെയ്തു, അമ്മയുടെ പുന്നാരമോൻ ഇനി ഒരിക്കലും കക്കാൻ പോകത്തില്ല, പിറ്റെന്ന് തൻ്റെ ചങ്ങാതി, വലിക്കിടങ്ങോട്ട്, പിറ്റെന്ന് തൻ്റെ ചങ്ങാതി ആത്മമിത്രം, പിന്നെ ചുമ്മാ ആത്മമിത്രം, വലിക്കിടങ്ങോട്ട്, ആത്മമിത്രം ബലമായി പിടിച്ചു വലിച്ചിട്ടും ആര് പോയില്ല മക്കളെ? ആര് പോയില്ല? ജിമ്മ് പോയില്ല. തൻ്റെ ആത്മമിത്രമായ ടോം എത്ര ഫോഴ്സ് ചെയ്ത് അവനെ വലിച്ചിട്ടും ജിമ്മ് പോകാൻ തയ്യാറായില്ല. അതാണ് എഡ്യൂക്കേഷൻ. നമ്മൾ പഠിക്കുന്നതായ കാര്യങ്ങൾ, നമ്മൾ കേൾക്കുന്നതായ കാര്യങ്ങൾ, നമ്മൾ ചർച്ച കേൾക്കുന്നതായ കാര്യങ്ങൾ, VBSI കേൾക്കുന്നതായ കാര്യങ്ങൾ, പ്രായോഗിക ജീവിതം വരുമ്പോൾ സേ യെസ്, സേ നോ പറയാൻ നമ്മൾ തയ്യാറാവണം. നോക്കുക, ബുദ്ധിമതിയായ അമ്മ ആ പയ്യനെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അവൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. 10ാം ക്ലാസ് നന്നായി പാസ്സായി, 12ാം ക്ലാസ് നന്നായി പാസ്സായി, അവൻ്റെ ബിരുദം കഴിഞ്ഞു, അവൻ IAS കാരനായി. അവൻ വരുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ ആരാണ്? അജിത ബീഗം മാഡം. ആ ഒരു ലെവലിലാണ് നമ്മളെ കുടുംബത്തിൻ്റെ അഡ്രസ്സ് മാറാൻ, നമ്മുടെ ചർച്ചിൻ്റെ അഡ്രസ്സ് മാറാൻ, നമ്മുടെ അഡ്രസ്സ്, ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അഡ്രസ്സ് മാറാൻ നമുക്ക് കഴിയും, അഡ്രസ്സ് മാറ്റാൻ നമുക്ക് കഴിയും. ഈ ലഹരി, നോക്കുക, ലിക്കറിനോട്, ഈ മയക്കുമരുന്നിനോട്, ഈ പുകയിലയോട് ഒരിക്കലും ഞാൻ ഉപയോഗിക്കുകയില്ല. ഈ ലഹരി ഉപയോഗിക്കുകയില്ല. സേ നോ ടു ലിക്കർ, സേ നോ ടു ഡ്രഗ്സ്, സേ നോ ടു ടുബാക്കോ. ആ ഒരു ലെവലിൽ നമ്മൾ വളർന്നു വരിക. അതോടൊപ്പം ഈ VBSൽ നിങ്ങൾക്ക് കുറേ നല്ല ഹോബികൾ, നിങ്ങൾക്ക് വരയ്ക്കാനും എഴുതാനും ഒക്കെ നിങ്ങളുടെ മാഷുമാർ പഠിപ്പിച്ചിട്ടുണ്ട്. വരയ്ക്കാനും എഴുതുവാനും ഒക്കെ നിങ്ങളെ മാഷുമാർ പഠിപ്പിച്ചു. ഇവിടെ ഈ വളർച്ചയിൽ ശ്രദ്ധിക്കുക മക്കളെ, ഈ പറഞ്ഞ ഈ വളർച്ചയിൽ നമുക്കും ഉണ്ടാവും സ്ട്രെസ്, നമുക്കും ഉണ്ടാവും സ്ട്രെയിൻ.
അവിടെയൊക്കെ നമ്മൾ നോ എന്ന് പറയാനുള്ള ആർജവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല നല്ല ഹോബി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. നന്നായി കളിക്കാൻ പോകണം, നന്നായി നീന്താൻ പോകണം, എന്തെങ്കിലും സൈക്ലിങ്ങോ, നിങ്ങൾക്ക് നല്ല നല്ല ഹോബീസ് ഡെവലപ്പ് ചെയ്ത്, അഗ്രികൾച്ചറോ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത്, നല്ല വരയ്ക്കുക, എഴുതുക, ആ ഒരു ലെവലിൽ നല്ല നല്ല ഹോബി ഡെവലപ്പ് ചെയ്ത് നല്ല ഒരു വ്യക്തിയായി എൻ്റെ കുഞ്ഞുമക്കൾ ഹൈലാൻഡ് ചർച്ചിലെ ആൾക്കാർ മാറണം. ഹൈലാൻഡ് ചർച്ചിലെ ആൾക്കാർ മാറണം. ഒരിക്കലും നമ്മൾ ടോമിനെ പോലെയല്ല, ജിമ്മിനെ പോലെ നല്ല ആർജവത്തോടെ നമ്മുടെ വാല്യൂ വർദ്ധിപ്പിക്കുന്ന, ഈ ചർച്ചിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന, നിങ്ങളുടെ തറവാടിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളായി വളർന്നു വരിക. സേ നോ ടു ലിക്കർ, സേ നോ ടു ടുബാക്കോ, സേ നോ ടു ഡ്രഗ്സ്, എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു.